നമോ ഭഗവതേ വാസുദേവായ. ഗോവർദ്ധന പൂജ ചെയ്യേണ്ടുന്ന വിധം. മക്കളെല്ലാവരും ഇവിടെ വന്നിരിക്കൂ. കഥ കേൾക്കണ്ടേ നിങ്ങൾക്ക്? മുത്തശ്ശി കഥ പറയാൻ തുടങ്ങട്ടെ. ഇന്ന് നമുക്ക് ഗോവർദ്ധന പൂജ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. വൃന്ദാവനത്തിൽ നന്ദഗോപരും മറ്റുള്ള ഗോപന്മാരും ഗോപികമാരുമെല്ലാം വലിയൊരു പൂജ നടത്താനുള്ള ഒരുക്കത്തിലാണ്. പൂജയ്ക്ക് വേണ്ട എല്ലാ വസ്തുക്കളും ഒരുക്കുകയാണ് അവർ. ആ സമയത്ത് നമ്മുടെ കണ്ണനതാ വരുന്നു അവിടേക്ക്. പൂജയൊരുക്കങ്ങൾ കണ്ടപ്പോൾ കണ്ണന് മനസ്സിലായി, ഇവർ ഇന്ദ്രപൂജ ചെയ്യുവാനുള്ള ഒരുക്കത്തിലാണ്. ഇന്ദ്രനെ കുറച്ച് അഹങ്കാരം ജാസ്തിയാണ്. ഇന്ദ്രന്റെ അഹങ്കാരം അടക്കാൻ ഇതുതന്നെ നല്ല സമയം എന്ന് മനസ്സിൽ കരുതി. ഒന്നും അറിയാത്ത പോലെ അവിടെയുള്ള എല്ലാവരും കേൾക്കെ നന്ദരാജനോട് ഇങ്ങനെ ചോദിച്ചു, എന്താ ഇവിടെ ഒരു പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ കാണുന്നുവല്ലോ, ഇതെന്തിനാണ് ഈ പൂജ, ആർക്കാണ് ഈ പൂജ എന്ന്. അപ്പോൾ നന്ദരാജൻ ഇങ്ങനെ പറഞ്ഞു, കണ്ണാ, നമ്മൾ കൃഷിക്കാരല്ലേ. കൃഷിയിൽ നിന്ന് നല്ല വിളവ് കിട്ടണമെങ്കിൽ മഴ കിട്ടണ്ടേ? പിന്നെ ഗോക്കൾക്ക് പുല്ല് സമൃദ്ധമായി കിട്ടണ്ടേ? അതിനും മഴ തന്നെ വേണം അല്ലേ? മഴയുടെ അധിപൻ ഇന്ദ്രനാണല്ലോ. അതിനാൽ ഇന്ദ്രനെ പൂജ ചെയ്താൽ നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ലഭിക്കും. അതിനുവേണ്ടി ഇന്ദ്രനെ പൂജ ചെയ്യാനുള്ള ഒരുക്കങ്ങളാണ് ഇതെല്ലാം എന്ന്. ഇത് കേട്ടപ്പോൾ ഭഗവാനായ കണ്ണൻ ഉറക്കെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഹേ, നിങ്ങൾക്കെല്ലാവർക്കും തോന്നുന്നുണ്ടോ ഇന്ദ്രന് പൂജ ചെയ്താൽ സുഖവും സന്തോഷവും ലഭിക്കും, പിന്നെ ഇഹലോകത്തും പരലോകത്തും മുക്തി ലഭിക്കും എന്നൊക്കെ? ഒന്നുമില്ല. ഇന്ദ്രൻ നമ്മെപ്പോലെ തന്നെ മനുഷ്യനായിരുന്നു. അവൻ ജന്മജന്മാന്തരങ്ങൾ സത്കർമ്മങ്ങൾ ചെയ്തതുകൊണ്ടും തപസ് ചെയ്തതുകൊണ്ടുമാണ് ദേവേന്ദ്രപദത്തിൽ എത്തിയത്. ഇപ്പോൾ അതാത് കാലത്ത് പെയ്യേണ്ട മഴ പെയ്യിക്കുക എന്നത് ഇന്ദ്രന്റെ കർമ്മമാണ്. സത്കർമ്മഫലം കഴിഞ്ഞാൽ വീണ്ടും മനുഷ്യനായി ജനിക്കും. അല്ലാതെ ഈ പൂജ കൊണ്ട് ആർക്കും മുക്തി ലഭിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും യജ്ഞേശ്വരനായ സാക്ഷാൽ പരിപൂർണതമനായ കൃഷ്ണനെ ഭജിക്കുക. ആ ഹരിയുടെ മാറിലാണ് ഗോവർദ്ധനഗിരി ഉണ്ടായത്. ആ മഹാഗിരിയെ പൗലസ്ത്യനാണ് നമുക്ക് ഇവിടെ എത്തിച്ചത്. ആ ഗോവർദ്ധനഗിരിയാണ് നമ്മുടെ ഗോക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്. അതുകൊണ്ട് ആ ഗോവർദ്ധനഗിരിക്ക് വേണം പൂജ ചെയ്യാൻ. ഗോക്കളെയും ദേവന്മാരെയും വിപ്രന്മാരെയും ഭജിച്ചുകൊണ്ട് ഗോവർദ്ധനഗിരിക്ക് പൂജ ചെയ്യുന്നതാണ് ഉത്തമമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനി നിങ്ങളുടെ ഇഷ്ടം എന്ന് പറഞ്ഞു കൃഷ്ണൻ. കൃഷ്ണന്റെ വാക്കുകൾ കേട്ടപ്പോൾ സന്നദ്ധൻ എന്ന ഗോപൻ ഇങ്ങനെ പറഞ്ഞു, ഹേ കൃഷ്ണ, നീ അറിവിന്റെ ഒരു നിധിയാണ്. ഇത്രയെല്ലാം പറഞ്ഞു തന്നില്ലേ, ഇനി ഗോവർദ്ധന പൂജ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുകൂടി പറഞ്ഞു തരിക എന്ന്. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഗിരിരാജന്റെ താഴ്വരയും മുകളിലും ചാണകം മെഴുകി വൃത്തിയാക്കണം. അവിടെ പൂജയ്ക്ക് വേണ്ട എല്ലാ വസ്തുക്കളും കൊണ്ടുവയ്ക്കണം. ഗംഗാജലം, യമുനാജലം ഇവ കൊണ്ടുവരണം. വെളുത്ത പശുവിൻ്റെ പാൽ, പഞ്ചാമൃതം വേണം. തുളസിമാല, മറ്റു പൂക്കളെ കൊണ്ടുള്ള മാല, ഇരിപ്പിടം മുതലായവയെല്ലാം ഒരുക്കണം. പിന്നീട് ഗിരിയുടെ മേൽ തീർത്ഥജലം കൊണ്ട് തളിക്കുക. വിപ്രന്മാരുടെ വേദമന്ത്രോച്ചാരണത്തോടുകൂടി പാലുകൊണ്ടും പഞ്ചാമൃതം കൊണ്ടും അഭിഷേകം ചെയ്യണം. നിവേദ്യങ്ങളും പഴങ്ങളും അർപ്പിക്കണം. പിന്നീട് എല്ലാവരും ഈ മന്ത്രം ചൊല്ലി പുഷ്പാർച്ചന നടത്തണം. മന്ത്രം: നമോ വൃന്ദാവനാങ്കായ തുഭ്യം ഗോപാലമൗലിനേ പൂർണ്ണബ്രഹ്മാദപത്രായ നമോ ഗോവർദ്ധനായ ച. ഇതെല്ലാത്തിൻ്റെയും കൂടെ വാദ്യങ്ങളും ഉണ്ടായിരിക്കണം.
പൂജയെല്ലാം കഴിഞ്ഞാൽ പിന്നെ ബ്രാഹ്മണർക്കും പശുക്കൾക്കും മിഷ്ടാന്ന ഭോജനം നൽകണം. പിന്നെ മറ്റുള്ളവരെല്ലാം ഭക്ഷണം കഴിക്കണം. ഇങ്ങനെയാണ് പൂജ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. ഇനി അടുത്ത ദിവസം പറയാം മക്കളെ. സർവം കൃഷ്ണാർപ്പണമസ്തു.